കുറ്റപ്പള്ളിയിലെ റംലയുടെ കൊലപാതകത്തിൽ പോലീസിനെതിരെ അറസ്റ്റിലായ അബൂബക്കറിന്റെ കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ്. അബൂബക്കർ അല്ല കൊലയാളി എന്ന് തെളിഞ്ഞിട്ടും കുടുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് മകൻ റാഷിമിന്റെ ആരോപണം. കത്ത് നൽകാനാണ് അബൂബക്കർ റംലയുടെ വീട്ടിൽ പോയത്. ഇതിന്റെ പേരിൽ കൊലപാതകയാക്കി എന്നാണ് ആരോപണം. കേസിൽ ദമ്പതിമാരായ സൈനുലാബ്ദീൻ, അനീഷ എന്നിവരെ പിന്നീട് അറസ്റ്റ് ചെയ്തിരുന്നു. പിതാവ് ഇതിൽ പെടുത്തുകയായിരുന്നു ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ. അദ്ദേഹം ഒരു സാധുവായ മനുഷ്യനാണ്. എനിക്ക് പറയാനാണെങ്കിൽ വാക്കുകൾ കിട്ടുന്നില്ല. ഈ സംഭവം നടക്കുന്നത് ഞാൻ ഫോണിൽ കൂടെയാണ് ഞാൻ അറിയുന്നത്. അന്ന് തന്നെ ഞാൻ വാപ്പാനെ വിളിച്ചിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വാപ്പ അതിന് വീട്ടിലേക്ക് വന്നിരുന്നു. അപ്പം ഞാൻ വാപ്പടുത്ത് ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോഴത്തേക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവസാനം വാപ്പ എന്നെ എടുത്തിട്ട് കാര്യം പറഞ്ഞു, മോനെ ഇത് എന്നെ കുരുക്കാനുള്ള ഒരു ഇതിലേക്കാണ് പോകുന്നതെന്ന് വാപ്പ പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ദിവസം ഒരു 8 മണിയായപ്പോഴത്തേക്കും അമ്പലപ്പുഴ സ്റ്റേഷനിൽ തന്നെ വിളിച്ചിരുന്നു. ഞാനൊരു 9 മണിയായപ്പോഴത്തേക്ക് അവിടെ ചെന്നു. ഒരു വാപ്പിനെ കൊണ്ട് അവർ തെളിവെടുപ്പിനായിട്ട് കൊണ്ടുപോയിരിക്കുകയായിരുന്നു. അതിനുശേഷം വാപ്പിയെ കൊണ്ടുവന്നു. ഞാൻ എൻ്റെ വാപ്പാനെ കണ്ടു. അപ്പം ഞാൻ സീരെടുത്ത് സാറേ ഞാൻ വാപ്പനെ ഒന്ന് പോയി കണ്ടോട്ടെ എന്ന് ചോദിച്ചു. ആദ്യം വേണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്തിനാണെന്ന് ചോദിച്ചു. ഞാൻ അവിടെ സാറേ ഒന്ന് സമാധാനിപ്പിക്കാനാണെന്ന് പറഞ്ഞു. എന്നാൽ കയറി കണ്ടോളാൻ പറഞ്ഞു. എൻ്റെ വാപ്പ എന്നെ കണ്ടപ്പം കെട്ടിപ്പിടിക്കേ കരിയേ വാപ്പി മോനെ എന്നെ പെടുത്തിയാണെന്ന് വാപ്പി പറഞ്ഞിട്ടുണ്ട്. വാപ്പി ഒരിക്കലും വാപ്പി ഇങ്ങനെ ചെയ്യത്തില്ല, ഇത് കളവാണ്. ഷൈജു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷൈജു, ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെപ്പറ്റി പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പറയാറ്, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണ്. ഇപ്പോൾ അബൂബക്കറിന്റെ കാര്യത്തിൽ ഇവിടെ എന്താണ് ഉണ്ടായത്? ജിൽസി, ഈ കൊലപാതകത്തിൽ വലിയൊരു ട്വിസ്റ്റ് സംഭവിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ഹംലത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് ആദ്യം ഇരുട്ടിൽ തപ്പിയിരുന്നു. നിരവധി പേരെ ചോദ്യം ചെയ്യുകയും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് അബൂബക്കറിനെ കസ്റ്റഡിയിലെടുക്കുന്നതും. കസ്റ്റഡിയിലെടുത്തതിനു ശേഷം അബൂബക്കറിനെ കൊലപാതകയാക്കി തെളിവെടുപ്പടക്കം കാര്യങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്കാണ് കഴിഞ്ഞ ദിവസം ഈ തൃക്കുന്നപ്പുഴ സ്വദേശികളായ സൈനുലാബ്ദീനെയും ഭാര്യ അനീഷയും അറസ്റ്റ് ചെയ്യുന്നത്. അതോടുകൂടി ഇവരാണ് പ്രതി എന്നിടത്തേക്ക് പോലീസ് എത്തുന്നു. പിന്നീട് അബൂബക്കർ പ്രതിയല്ലാതായി മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഈ അബൂബക്കർ പ്രതിയല്ലാതായി മാറുമ്പോൾ SP വാർത്താസമ്മേളനം വിളിച്ചിട്ട് ഈ അബൂബക്കർ നേരത്തെ കുറ്റം സമ്മതിച്ചു എന്നൊക്കെ പറയുമ്പോഴും യഥാർത്ഥത്തിൽ പോലീസ് ഇക്കാര്യത്തിൽ എടുത്ത നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ കുടുംബം രംഗത്ത് വന്നിരിക്കുന്ന. മകൻ റാഷിദ് അങ്ങേയറ്റം വൈകാരികമായാണ് ഇക്കാര്യത്തിൽ പ്രതികരിക്കുകയും ചെയ്യുന്നത്. കാരണം തന്റെ പിതാവിനെ മനഃപൂർവ്വം കുറ്റവാളിയാക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നതാണ്. ആ വീട്ടിലെത്തി എന്നത് സത്യമാണ്. അവിടെ എത്തിയത് മറ്റൊരാവശ്യത്തിനാണ്. ആ ആവശ്യം കാര്യം പോലീസിനോട് പറഞ്ഞിട്ടും അത് പരിഗണിക്കാതെ പിതാവിനെ ശത്രുവിനെ പോലെ പെരുമാറി എന്നാണ്. അതിനുശേഷം അദ്ദേഹത്തെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് മറ്റൊരാളെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ തന്റെ പിതാവിന് നേരെ ഉണ്ടായ ഈ ശ്രമം, ഇതിനെതിരെ പരാതിയുമായി വരാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം. ആ കുടുംബത്തിനുണ്ടായ മാനഹാനി അത് നികത്താൻ പറ്റാത്തൊരു പ്രശ്നമാണ്. അതുകൊണ്ട് കുറ്റവാളികളെ സമീപിക്കുമ്പോൾ നേരത്തെ ജിൽസി സൂചിപ്പിച്ചതുപോലെയാണ് ഈ കുറ്റവാളികളെ കണ്ടെത്തുന്നതിൽ പോലീസ് സേന ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നൊരു സംഭവമായി ഇത് മാറുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അബൂബക്കറിനെ പ്രതിയല്ലാതാക്കി മാറ്റുകയും കുറ്റവിമുക്തനാക്കി മാറ്റുകയും ചെയ്യുമ്പോൾ ആ കുടുംബം അനുഭവിച്ച വേദന എത്രമാത്രമാണ് എന്ന ഒരു പ്രശ്നം ഉന്നയിച്ചുകൊണ്ടാണ് ആ കുടുംബം മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു വഴിത്തിരിവുണ്ടായിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അബൂബക്കറിന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണെങ്കിലും അവർ അനുഭവിക്കേണ്ടി വന്ന പ്രശ്നം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി മാധ്യമങ്ങളിൽ തന്റെ പിതാവ് പ്രതിയാക്കപ്പെടുന്നു, ആ കുടുംബം ഇത് അനുഭവിക്കുകയും ചെയ്യുന്നു, പിന്നീട് പ്രതിയല്ലാതായി മാറുകയും ഒക്കെ ചെയ്യുന്നു. അതുകൊണ്ട് പോലീസിന്റെ അന്വേഷണത്തിൽ വന്ന വീഴ്ചയെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ആ കുടുംബം ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ജിൽസി, ശരി, ഷൈജു ആണ് വിവരങ്ങൾ നൽകിയത്.